മാതൃഭൂമി പരിചയപ്പെടുത്തുന്ന ഈ 35 മണ്ഡലങ്ങളിൽ ഏറെ ശ്രദ്ധേയമാകുന്നത് സംസ്ഥാനത്ത് മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന ക്യാബിനറ്റിലെ 8 മന്ത്രിമാരുടെ മണ്ഡലങ്ങളെ അവർ നമുക്ക് പരിചയപ്പെടുത്തുന്നു. അവിടെ 3 മന്ത്രിമാരുടെ കാര്യം ആറന്മുള എടുത്താൽ വലിയ തരത്തിൽ മത്സരം, 3 മുന്നണികളും അവിടെ മത്സരങ്ങൾ കടുപ്പിക്കുന്നു എന്ന് പറയുമ്പോഴും ശ്രീ കുമ്മനം രാജശേഖരനെ ഏറെ പിന്നിലാക്കിക്കൊണ്ട് UDFും LDFും തമ്മിൽ നടക്കുന്ന മത്സരത്തിൽ ആർക്കാണ് വ്യക്തമായ മുൻതൂക്കം എന്ന് പറയാൻ കഴിയാത്ത തരത്തിൽ ശ്രീമതി വീണ ജോർജും എബിൻ വർക്കിയും തോളോട് തോള് മത്സരം കടുപ്പിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഇനിയും മറ്റ് 2 മന്ത്രിമാർ, ഇടുക്കിയിലെ റോഷി അഗസ്റ്റിൻ പരാജയപ്പെടും എന്ന സൂചന മാതൃഭൂമി നമുക്ക് നൽകുന്നുണ്ട്. മറ്റൊന്ന്, നമുക്കറിയാവുന്നതുപോലെ തിരൂരിലേക്ക് കളം മാറ്റിയ നമ്മുടെ സ്പോർട്സ് മന്ത്രി ശ്രീ അബ്ദുൾ റഹ്മാൻ മുസ്ലിം ലീഗിന്റെ മുന്നിൽ മോശമല്ലാത്ത മാർജിനിൽ പരാജയപ്പെടും എന്നും മാതൃഭൂമി വ്യക്തമാക്കുന്നു. എന്നാൽ പേരാമ്പ്രയിൽ വളരെ ശക്തമായ പോരാട്ടം നടക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ ശ്രീ TP രാമകൃഷ്ണന് വ്യക്തമായ മുൻതൂക്കം ഉണ്ട് എന്ന് മാതൃഭൂമി പറയുമ്പോൾ വലിയ അത്ഭുതങ്ങൾ മറ്റ് മണ്ഡലങ്ങളിൽ സംഭവിക്കാൻ സാധ്യതയില്ല എന്ന സൂചന നൽകുന്നുണ്ട്. എന്നാൽ ഇടതുപക്ഷം തുടർച്ചയായി വിജയിച്ചുകൊണ്ടിരുന്ന ചില മണ്ഡലങ്ങളിൽ, ഉദാഹരണമായി നാദാപുരം മണ്ഡലത്തിൽ ഒരുപക്ഷെ വലിയ തരത്തിലുള്ള ഒരു അട്ടിമറി CPIക്ക് മുകളിൽ ഐക്യജനാധിപത്യ മുന്നണിക്കുണ്ടാകും എന്ന് മാതൃഭൂമി പറയുമ്പോൾ അതിനെ കണ്ണടച്ച് മറക്കാൻ നമുക്ക് കഴിയില്ല. മറ്റൊന്ന് ചവറയിലാണ്, മറ്റൊന്ന് കുട്ടനാട്ടിലാണ്. ഈ 2 മണ്ഡലങ്ങളിലും കഴിഞ്ഞ കുറേ നാളുകളായി ഇടതുപക്ഷം ജയിച്ചുകൊണ്ടിരുന്നെങ്കിൽ പോലും ചവറയിലും കുട്ടനാട്ടിലും നിലവിൽ സാഹചര്യങ്ങൾ ഇടതുപക്ഷത്തിന് എതിരാണ് എന്ന് മാതൃഭൂമി പറയുന്നതും വസ്തുതാപരമാണ് എന്ന് നമുക്കും തോന്നും. എന്നാൽ ഇടതുപക്ഷത്തിന് നല്ല മുൻതൂക്കമുള്ള ചില മണ്ഡലങ്ങളിൽ അവരുടെ ഭൂരിപക്ഷം കൂടുതൽ വർദ്ധിപ്പിക്കും എന്ന തരത്തിലും മാതൃഭൂമിയുടെ പഠനങ്ങൾ പറയുന്നു. പ്രധാനമായി ഒല്ലൂരിലെ ശ്രീ രാജൻ, നെടുമങ്ങാട് നിന്നുള്ള അനിൽ തുടങ്ങിയ മന്ത്രിമാരുടെ മണ്ഡലത്തിൽ വലിയ തരത്തിലുള്ള മേൽക്കൈ അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും